വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചേന മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സിൽ ഈസി ആയിട്ട് നമുക്ക് ലഞ്ചിന് ഒരു കൂട്ടാനായിട്ട് ഇതെടുക്കാം. ഇതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന വന്ന് നമ്മുടെ ഇഷ്ടമാണ് കട്ട് ചെയ്തത്. ഇത് ഞാൻ നീട്ടമായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, നീട്ടമായിട്ട് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇത്. നീട്ടമായിട്ടാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. ചേന കട്ട് ചെയ്ത് വെച്ചിട്ട് അത് പ്രത്യേകം ചേന കട്ട് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. അത് 3-4 തവണ അത് വാഷ് ചെയ്ത് അതിലെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഞാനിതിപ്പോൾ എല്ലാം വാഷ് ചെയ്ത് മണ്ണ് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളിയാണ് നല്ലത്. ചെറിയ ഉള്ളി ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ സവാള വലിയ ഉള്ളി എടുത്തു. കറിവേപ്പില, നമ്മുടെ ഈ മുളക് ഞാൻ മിക്സിയിൽ വെച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയുമാണ്. ഉപ്പ്, എണ്ണ, ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന്, പാൻ നല്ല ചൂടായത് കഴിഞ്ഞിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. ശരി, ഇപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഇതിലൊഴിച്ചു. എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില തണ്ടോട് അല്ലെങ്കിൽ എങ്ങനെ വേണേലും ഇതിടാം. അത് ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാം. പച്ചമുളക് ആവശ്യത്തിന്, എരിയുടെ അനുസരിച്ച്, ഓരോരുത്തർക്കും എത്ര എരി ആവശ്യമുണ്ടോ അതിൻ്റെ അനുസരിച്ച് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾ പൊടിയും നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ചേർക്കേണ്ടതാണ്. മഞ്ഞൾ പൊടി വളരെ കുറച്ച് മാത്രം ചേർക്കുക, അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കുത്തൽ ടേസ്റ്റ് വരും. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മുടെ നാടൻ ഫുഡുകൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊരു 5 to 7 മിനിറ്റ്സ് മൂടി വെക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടണം. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി ലാസ്റ്റിൽ ഇടണം. അതിനാൽ അതിൻ്റെ അനുസരിച്ച് എരിവിന് വേണം പച്ചമുളക് ഇടാൻ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് പച്ചമുളക് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് ചേന വെന്തെങ്കിൽ നമുക്ക് തുറന്നിട്ട് ഇത് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വെന്തോ ഇല്ല. നമുക്ക് ഒരു ചേന എടുത്തിട്ട് അത് കൈ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ആ ചേന ഒരുപാട് വേകാൻ പാടില്ല. വെന്ത് പോയി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. ഇത് കറക്റ്റ് ഒരു 2 മിനിറ്റ്സ് കൂടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഒരു 2 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇപ്പം ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് ഇത് വെന്തോന്ന് നോക്കാം. അപ്പം ചേന വന്ന് കൂടുതൽ വേഗമുള്ളതും കുറവുള്ളതും കിട്ടും. ഇത് നമുക്ക് അത് വെന്തിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചേന വേവുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെക്കാം. ഇത് ഏകദേശം ഇത് വെന്തു ഇവിടെ തന്നെ കാണാം. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തീ മീഡിയം ഫ്ലേവറിലാക്കി തുറന്നിട്ട് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ഇതിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇപ്പം തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലിയുടെ മേലെ ഇതെല്ലാം വന്ന് പച്ചമുളക്, ചില്ലി ഇതെല്ലാം നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചാണ്. ഇത് അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ അനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മുടെ മീഡിയം ഫ്ലേവറിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല രുചിയുള്ള
ചേന മെഴുക്ക് റെഡിയാകും. വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലും ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിലും കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടമാണ്. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. ഇത് തീ കുറച്ച് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഒരു 7 to 10 minutes മാക്സിമമേ ഇതിനെടുക്കുന്നുള്ളൂ. നമ്മൾ തുറന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ചേന കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ചേന ഒരുപാട് ഗുണവും ടേസ്റ്റും ഉള്ള സാധനമാണ്. സ്പെഷ്യലി ഇത് ഈസ്ട്രജൻ ഹോർമോൺ നിറയെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ചേന. അതുകൊണ്ട് എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഇത് വളരെ ശരീരത്തിനും ഗുണമുള്ളൊരു സാധനമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇതിൻ്റെ മെഴുക്കുവരട്ടി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമ്മളിതിനൊരു ഡിഷിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേന മെഴുക്കുവരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമിടുക. ഇനി അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.